നോക്കിയിട്ട് നിങ്ങൾ ജോലി അത്യാവശ്യമാണെന്ന് പറയുന്നവർ മാത്രം, അങ്ങനെയുള്ളവർ, ചില ആളുകൾ വെറുതെ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അടുത്ത കണ്ടീഷൻ എപ്രകാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കോഴ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. കാരണം നമ്മുടെ വയസ്സൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത്യാവശ്യം? ഒരു ജോലിയാണ് അല്ലെ, ജോലി വേണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളാണ് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ആളുകളും അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് ജോയിൻ ചെയ്ത്, അവർക്കെല്ലാം അവരവരുടേതായിട്ട് ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ എഴുതിയെടുക്കുന്നത്. അതായത് നമുക്ക് എഴുത്തും വായന ഒരു അറിയുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10ാം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രിയും PG ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എനിക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഒന്നും എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ പോലുള്ള ആളുകൾ നിങ്ങളെ പഠിപ്പിച്ച് അതിനുശേഷമാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകും. ഡിഗ്രി ചെയ്യണോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് BA സോഷ്യോളജിയും BCom ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നതാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 10ാം തീയതിയാണ്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും നിരന്തരം എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിന് ആൻസറുമായിട്ടാണ്. വേറൊന്നുമല്ല, NIS വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു സംശയമാണ്. മിസ്സേ, ഞാൻ പ്ലസ് ടുവിന് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടി ഞാൻ പ്ലസ് ടു പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒരു ഡിഗ്രി എടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഞാൻ പോകുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതിയിൽ എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംശയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക്, അതായത് നമ്മുടെ NIS വഴി 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് വഴി? നമ്മുടെ ഓപ്പൺ സ്കൂൾ വഴി കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് NIS വഴി 10ാം ക്ലാസ്സും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഈ NIS വഴി 10ാം ക്ലാസ്സും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ LBയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളും കുറച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് ജോയിൻ ചെയ്ത്, അവർക്കെല്ലാം അവരവരുടേതായിട്ട് ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ എഴുതിയെടുക്കുന്നത്. പിന്നെ ചില ആളുകൾ വെറുതെ മിസ്സേ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഒരു ആഗ്രഹം 10ാം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മക്കളുടെ നിർബന്ധ പ്രകാരം ഞാൻ അങ്ങ് കംപ്ലീറ്റ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം പാതി വഴിയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ ഈ ഒരു പ്രായത്തില് മക്കളുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി അവർ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ ഒരു പ്രായത്തിൽ, കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അവർക്കൊക്കെ എന്താണ് പഠിക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും, അതായത് നമുക്ക് എഴുത്തും വായന ഒരു അറിയുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10ാം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രിയും PG ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ എന്നോട് പറയും, മിസ്സേ എന്താണ് ഓർമ്മശക്തി ഇല്ല, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഒന്നും എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ പോലുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതിൽ വന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയി നമ്മൾ പരീക്ഷ എഴുതുക അല്ല ചെയ്യുന്നത് അല്ലെ. നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച് അതിനുശേഷമാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പേടി ഒന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പ്ലസ് ടു ഒക്കെ പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ ചില ആളുകൾ എന്നോട് പറയുന്നതാണ്, മിസ് എന്താ ചെയ്യേണ്ടത്? ഡിഗ്രി ചെയ്യണോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, അപ്പൊ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ എന്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള തീരുമാനം എടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു 19-20 വയസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ല, എനിക്കൊരു ഒരു ഉന്നത പഠനത്തിലേക്കൊക്കെ എനിക്ക് പോകണം, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് വേണം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സ് ഒക്കെ ചെയ്ത് PG ഒക്കെ ചെയ്ത്, പ്രായപരിധി ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും PG ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തു പോകുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല, ചെയ്തു പോകാവുന്നതാണ്.
ഇനി ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെ, അവർക്ക് എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലി ആയിരിക്കും അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത്. അതായത് നമുക്കൊരു ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ജോലി വേണം. രണ്ടുപേർക്കും ചിലപ്പോൾ ജോലിയുടെ ഒരു ആവശ്യകത ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരും അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നത്, എന്തായാലും എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിൽ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഗ്രിയിലേക്ക് പോകണമെന്ന് ഞാൻ പറയണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ നഴ്സിംഗ് ഫീൽഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ലാബ് ബേസ്ഡ്, അതായത് മെഡിക്കൽ ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്ത് നിങ്ങൾ ജോലിയിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി അതല്ല ടീച്ചിങ് ഫീൽഡ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ട് ഫീൽഡ്, അതായത് ഒന്നെങ്കിൽ ടീച്ചിങ് ഫീൽഡ് നോക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് നോക്കുക. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ജോലി അത്യാവശ്യമാണെന്ന് പറയുന്നവർ മാത്രം, അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു രീതിയിൽ പോയിട്ട്, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു കോഴ്സ് ഒക്കെ ഇപ്പൊ നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെ, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ടീച്ചിങ് ഫീൽഡ് സെലക്ട് ചെയ്യുവാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് അതായത് ഒരു നിങ്ങളുടെ ഒരു എന്താണ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ശമ്പളത്തിലൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ആ എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നോക്കുന്നവർ ആ ഒരു രീതിയിൽ നോക്കുക. ഇനി അതല്ല ഡിഗ്രി കോഴ്സ് മതി, അങ്ങനെ ഡിഗ്രി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ PG ഒക്കെ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പോകാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു PSC എക്സാം എഴുതണം, അല്ലെങ്കിൽ ഒരു RRBയുടെ എക്സാം എഴുതണം, അങ്ങനെയൊക്കെയുള്ള രീതി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പം എന്താ ഇത് പറഞ്ഞു തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിയത്തില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ചില ആളുകൾ വെറുതെ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ആ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ആദ്യം നിങ്ങൾ നിൽക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷൻ എപ്രകാരമാണ് എന്നൊന്നും മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ഡിഗ്രി ചെയ്യണോ, ഇനി അതല്ല ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യുന്നതാണോ എന്റെ നിലനിൽപ്പിന് നല്ലത് എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങാൻ. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് ചെയ്തു, അല്ലെങ്കിൽ അവര് ചെയ്തു, ഇവര് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് വെച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ എപ്രകാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കോഴ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. കാരണം നമ്മുടെ വയസ്സൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത്യാവശ്യം, ഒരു ജോലിയാണ് അല്ലെ, ജോലി വേണം. ജോലി ഇല്ലെങ്കിൽ നമുക്ക് എവിടെ ഒരു വില കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ജോലിയാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കണ്ടീഷൻ മനസ്സിലാക്കി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞു തന്നത് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത് വേണ്ടവർക്ക് എടുക്കാം, ഇല്ലാത്തവർ അത് റിജക്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ഡിഗ്രി കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. NIOS പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് LBയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ BA പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ ആളുകൾ നമുക്ക് ഇവിടെ അഡ്മിഷന് ചോദിക്കുന്ന BA സോഷ്യോളജി ആണ്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പാസ് ആകണം അല്ലെ, അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ജോലി തിരക്കുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എളുപ്പത്തിൽ ഒരു ഡിഗ്രി എനിക്ക് കരസ്ഥമാക്കണം എന്ന ചിന്താഗതിയോട് പോകുന്ന ആളുകളാണ് നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ 2 കോഴ്സുകൾ, കൂടുതൽ അഡ്മിഷൻസ് വരുന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ കോഴ്സുകൾ നിർണ്ണയിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ BA സോഷ്യോളജിയും അതുപോലെ തന്നെ നമ്മൾ BCom ആണ് ഡിഗ്രിയുടെ ക്ലാസ്സുകൾ നൽകുക. അപ്പൊ ഇതിന്റെ ട്യൂഷൻ ക്ലാസ്സുകളും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. സോ നമ്മളിവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ, കാരണം അതാകുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണെങ്കിലും എക്സാം നമുക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഒട്ടുമിക്ക ആളുകളും മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളാണ് നമ്മളിവിടെ അഡ്മിഷൻ എടുത്തുകൊണ്ട്
എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ ട്യൂഷൻ ക്ലാസ്സുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. BA സോഷ്യോളജിയും BCom ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിന്റെ ക്ലാസ്സുകൾ നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് നിങ്ങളെ പാസ്സാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ LB-യിൽ ഈ ഒരു BA സോഷ്യോളജി അല്ലെങ്കിൽ BCom നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് റെഗുലർ ക്ലാസ്സുകൾ തന്നെയാണ്. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് ഈ ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ് കേട്ടോ. ട്യൂഷൻ ക്ലാസ്സുകളാണ്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. മറ്റെല്ലാ പ്രോസസ്സും നമ്മൾ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമുക്കറിയാം ഇപ്പൊ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 10-ാം തീയതിയാണ്. 2026 മാർച്ച് 10-ഓടുകൂടി നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളുക. അപ്പോൾ നിർത്തുന്നു. NIS-നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.